നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 85. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 7-ാം അധ്യായം. 7-ാം അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. ഭാഗം 85 എന്ന് പറയുണ്ടായല്ലോ. അപ്പോൾ 12-ാമത്തെ ശ്ലോകം: പരീക്ഷിതോ അധ രാജർഷേർ ജന്മകർമ്മവിലായനം സംസ്ഥാം ച പാണ്ഡുപുത്രാണാം വക്ഷ്യേ കൃഷ്ണകഥോദയം. പരീക്ഷിതോ അധ രാജർഷേർ ജന്മകർമ്മവിലായനം സംസ്ഥാം ച പാണ്ഡുപുത്രാണാം വക്ഷ്യേ കൃഷ്ണകഥോദയം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, രാജർഷിയായ പരീക്ഷത്തിൻ്റെ ദേവർഷി നാരദര്, രാജർഷി രാജാക്കന്മാരിൽ ഋഷി പരീക്ഷത്ത്. അപ്പോൾ രാജർഷിയായ പരീക്ഷത്തിൻ്റെ ജന്മം, കർമ്മം, മുക്തി എന്നിവയെയും പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനത്തെയും, ഈ മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വടക്കോട്ടുള്ള യാത്ര. അതായത് പണ്ട് കേരളത്തുകാർ കാശിക്ക് പോവാന്ന് പറഞ്ഞാൽ മടങ്ങി വരാത്ത രീതിയിൽ, അത് കാശി വടക്കോട്ടാണല്ലോ. അപ്പോൾ കാശിയിലുള്ള ആൾക്കാർ ഹിമാലയത്തിലേക്ക് പോവുക, അങ്ങനത്തെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഹിമാലയം, അതായത് തിരിച്ചു വരാത്ത അവസ്ഥ. അപ്പോൾ കൈലാസം, ഈ ഗംഗോത്രി, വിഷ്ണു, പിന്നെ പറഞ്ഞിട്ട് പല ചതുർധാമങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് പിന്നെ നേരെ മേപ്പെട്ട് പോവുക, അത്രയേ ഉള്ളൂ ഉദ്ദേശം. അപ്പോൾ പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനത്തെയും കൃഷ്ണൻ്റെ കഥയുടെ ഉദയത്തിന് കാരണമാകത്തക്ക വിധം, കൃഷ്ണോദയം, കൃഷ്ണകഥോദയം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? കൃഷ്ണൻ്റെ കഥയുടെ ഉദയത്തിന് കാരണമാകത്തക്ക വിധം പറയുന്നു. അതായത് ശ്രീകൃഷ്ണൻ്റെ അവതാരം പറയാം. അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്. ഭാവാർത്ഥത്തിൽ ശ്രീകൃഷ്ണ കഥാപ്രസ്താവത്തിന് കാരണഭൂതനും രാജർഷിയുമായ പരീക്ഷത്തിൻ്റെ ഉൽപ്പത്തി, പ്രവൃത്തി, മോക്ഷപ്രാപ്തി ഇവയെയും പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനത്തെയും ഞാൻ പറയാം എന്ന് ആര് പറഞ്ഞു? സൂതൻ. ആരോട് പറഞ്ഞു? ശൗനകാദികളോട്. 13-ാമത്തെ ശ്ലോകം: യഥാ മൃധേ കൗരവസൃഞ്ജയാനാം വീരേഷധോ വീരഗതിം ഗതേഷു മൃഗോദരാ വിദ്ധഗതാഭിമർശ ഭഗ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ. യഥാ മൃതേ കൗരവസൃഞ്ജയാനാം വീരേഷധോ വീരഗതിം ഗതേഷു മൃഗോദരാവിദ്ധ ഗതാഭിമർശ ഭഗ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, എപ്പോൾ യുദ്ധത്തിൽ കൗരവന്മാരുടെയും സൃഞ്ജയന്മാരുടെയും, ഈ സൃഞ്ജയന്മാരാണ് പാണ്ഡവന്മാരുടെയും കൂട്ടത്തിലുള്ള വീരന്മാരുടെ പ്രാപ്യസ്ഥാനമായ പ്രാപ്തന്മാരായിരിക്കും വിഷയത്തിൽ ദുര്യോധനൻ ഭീമസേനൻ ഉപയോഗിച്ച ഗദയുടെ അടിയിൽ ഭഗ്നമായ, അതായത് കേടുവന്നർത്ഥം, മുറിവേറ്റപ്പെട്ട ഭഗ്നമായ തുടയോടുകൂടിയവനായിരിക്കും വിഷയത്തിൽ. അവിടെ ഫുൾ സ്റ്റോപ്പില്ല. അതാണ് ആ ശ്ലോകത്തിന് അവിടെ തന്നെ കോമയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഭാവാർത്ഥം പറയുമ്പോൾ, കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും കക്ഷികളിലുള്ള വീരന്മാർ യുദ്ധം ചെയ്ത് വീരസ്വർഗത്തെ പ്രാപിച്ചു. ശരി. ഭീമസേനൻ പ്രയോഗിച്ച ഗദ കൊണ്ടുള്ള അടിയേറ്റ് ദുര്യോധനൻ്റെ തുടയും പൊളിഞ്ഞു പോയി.
ബാക്കി എന്തു പറ്റി? അതാണ് 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഭർത്തുപ്രിയം ദ്രൗണിരിതി സ്മ പശ്യൻ കൃഷ്ണാസുതാനാം സ്വപദാം ശിരാംസി ഉപാഹരത് വിപ്രിയമേവ സസ്യ തജ്ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. ഭർത്തുപ്രിയം ദ്രൗണിരിതി സ്മ പശ്യൻ കൃഷ്ണാസുതാനാം സ്വപദാം ശിരാംസി ഉപാഹരത് വിപ്രിയമേവ തസ്യ തജ്ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. ഇവിടെ ഒരു നല്ലൊരു പദമുണ്ട്. എന്താ? ഭർത്തുപ്രിയം, ഭർത്താവിൻ്റെ പ്രിയം എന്നാ അർത്ഥം വരിക. അപ്പോൾ ആരുടെ ഭർത്താവിൻ്റെ പ്രിയം എന്നാ പറയണത്? ദ്രൗണി രീതി സ്മ പൈഷ്യൻ. ദ്രൗണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്വത്ഥാമാവ്, ദ്രോണരുടെ മകൻ അശ്വത്ഥാമാവ്. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ആരാ ചോദിച്ചാൽ ദുര്യോധനൻ. ഭർത്തു എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവെന്നർത്ഥം. അതായത് പുരുഷനെ ഭരിക്കുന്ന, ഇപ്പോൾ അശ്വത്ഥാമാവ് പുരുഷനാണല്ലോ, പക്ഷേ ഭരിക്കപ്പെടുന്ന രാജാവ് എന്നർത്ഥമാണ്. അപ്പോൾ ഈ സംസ്കൃതത്തിൽ വളരെ രസാനുഭൂതിയുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇപ്പോൾ എന്താ പറയുക, ദേവീക്ഷേത്രത്തിൽ പൂജാരിമാർ, പ്രധാന പൂജാരിമാർ താലി കെട്ടും കഴുത്തിൽ. എന്താ അത്? ഭഗവതിയുടെ പ്രതിപുരുഷൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഭഗവതിയാണ് എൻ്റെ എല്ലാം, എൻ്റെ എല്ലാം ഭഗവതിയാണ്. അപ്പോൾ ഇതിൽ ഈ താന്ത്രിക ചടങ്ങുകൾ കൂടി അത് ബാധ്യതയുള്ളതാണെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ നമുക്ക് പിന്നെ വാക്കാർത്ഥം പറയാം. ദ്രോണപുത്രൻ, ദ്രൗണി എന്ന് പറഞ്ഞാൽ ദ്രോണപുത്രൻ. ഭർത്തൃ എന്ന് പറഞ്ഞാൽ പ്രിയം എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുര്യോധനന് ഇഷ്ടമായിരിക്കും എന്ന് കരുതി, എന്ന് ആലോചിച്ചിട്ട്, എൻ്റെ രാജാവിന് ഇഷ്ടമായിരിക്കുമെന്ന് ആലോചിച്ചിട്ട് ഉറങ്ങുന്ന പാഞ്ചാലിയുടെ പുത്രന്മാരുടെ ശിരസ്സുകളെ ഉപാഹരിച്ചു. കഷ്ണിച്ചു എന്നർത്ഥം. വാക്ക് ഉപാഹരിച്ചു. അവന് അത് പ്രിയമില്ലാത്തത് തന്നെ. ആർക്ക്? ദുര്യോധനന് ഇഷ്ടമായില്ല. ദുര്യോധനൻ ഇങ്ങനെയൊക്കെ മോശം ക്യാരക്ടറാണെങ്കിലും ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളുടെ അത് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉപാഹരിച്ചു. അവന് അത് പ്രിയമില്ലാത്തത് തന്നെ നിന്ദിക്കപ്പെട്ടതായ ആ കർമ്മത്തെ വിഗർഹിക്കുന്നു. ചീത്ത വിളിച്ചു തന്നെയാണ് പറഞ്ഞത്. എന്തിനാണ് കാലമാടാ നീ ചെയ്തത്? ഇതാണോ ചെയ്യേണ്ടത്? അപ്പം ചീത്തവരിലും നല്ല മനസ്സ് വരുന്നൊരു സന്ദർഭമുണ്ട്. എന്നാൽ ഇതേ ദുര്യോധനന് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്യാൻ തടുത്തില്ല, പ്രേരിപ്പിക്കുക ചെയ്തത്. ദുശാസനോട് പറയണം കൊണ്ടുപോകാടാ അവളെന്ന്. അപ്പോൾ ആ സന്ദർഭം നമ്മൾ ആലോചിക്കണം. എന്താ അത്? ശകുനി അമ്മാവൻ്റെ കള്ളച്ചൂതുകളിൽ ഭ്രമം തോന്നിയിട്ട് പാണ്ഡവന്മാരെ കാട്ടിലേക്ക് അയക്കാനുള്ള ധൃതിയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. വായുപുത്രനായിരിക്കുന്ന ഭീമസേനൻ്റെ അടി കൊണ്ട് തുന്നം പാടി ഇപ്പോൾ എന്തായി? മൂള ഉറക്കാൻ തുടങ്ങി. ഉറങ്ങിക്കിടക്കണവരെ കൊന്നത് ശരിയായില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സാഹചര്യമാണ് മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ദുഷ്ടനാണെങ്കിലും ശരി, നല്ലത് ആലോചിപ്പിക്കാനുള്ള ഇടവരുത്തുന്നത് എപ്പോഴാണ്? സ്വയം ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ ധാർമ്മികം വരും. അപ്പോൾ നമ്മൾ എന്ത് വേണം? 8, 10, 12 വയസ്സുകളിൽ ധാർമ്മിക ചിന്തകൾ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള പാഠങ്ങൾ നമ്മൾ പഠിക്കണം. അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കാതെ കണ്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 5, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ടീച്ചേഴ്സ് ഡേ എന്ന് പറയും. ടീച്ചേഴ്സ് ഡേ അതായത് ഇന്ത്യയുടെ പിന്നെ ഈ രാജേന്ദ്ര പ്രസാദ് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞിട്ട് ഭാരതം കണ്ട ഏറ്റവും വലിയ ഒരു ഫിലോസഫിക്കൽ തിങ്കർ, ഫിലോസഫി ആണ് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ്. വേദാന്ത ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് ആഖ്യാനം എഴുതിയിട്ടുണ്ട്. എനിക്ക് നല്ലപ്പം കാലത്ത് അധികം പുസ്തകം വായിക്കാൻ സാധിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു തരുന്ന തമിഴിലുള്ള കഥകളെ കൊണ്ട് ഞാൻ പ്രീതിപ്പെട്ടുണ്ടായി. അങ്ങനെ ഞാൻ IIT-യിലെത്തിയപ്പോൾ, IIT സംഗതി ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പക്ഷേ ലൈബ്രറിയിൽ
ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണന് ട്രാൻസ്ലേഷൻസ്, പക്ഷെ അത് വീട്ടിൽ കൊണ്ടുവന്ന് വായിക്കാൻ പറ്റില്ല, അവിടെ ഇരുന്ന് വായിക്കാം. അവരുടെ ഭാഷയല്ലേ. വീട്ടിൽ കൊണ്ടുവന്നാലും നമുക്ക് മടക്കി കൊടുക്കണം, 2 ആഴ്ചയൊക്കെ കയ്യിൽ വയ്ക്കാൻ പറ്റുള്ളൂ, അവർ ഡേറ്റ് ഇട്ട് തരും. ഞാനതിൽ ആകൃഷ്ടനായി സത്യം പറഞ്ഞാൽ. അതൊക്കെ അങ്ങനെ ഉറങ്ങി കിടക്കുകയായിരുന്നു. ഈ പെട്ടെന്ന് 95 ശിക്ഷപ്പെടാനുള്ള വെടിമരുന്ന് കുട്ടിക്കാലത്ത് ഉണ്ട്, പക്ഷേ അത് സ്ഫോടനം ചെയ്യാൻ അല്ലേ, ഈ ഡൈനാമിറ്റ് വെച്ച് പാറ പൊളിക്കണം, അതിനുള്ള സാവകാശം മെല്ലെയായിപ്പോയി എന്ന് മാത്രം. എന്നാലും എനിക്ക് ദുഃഖമില്ല. ഞാൻ എന്താണെന്ന് പറയുക, സാധാരണക്കാർക്ക് എത്താൻ പറ്റാത്ത അത്ര ദൂരം സഞ്ചരിച്ചതായിട്ട് എനിക്ക് അറിയുന്നുണ്ട്. അത് മതി. അപ്പോൾ ഇവിടെ നമുക്കതിൻ്റെ എന്താണെന്ന് പറയുക, ഭാവാർത്ഥത്തിലേക്ക് പോവാം. ഗത പ്രഹരമേറ്റ് തുടപൊളിഞ്ഞു കിടക്കുന്ന ദുര്യോധനന് സന്തോഷമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലി പുത്രന്മാരുടെ ശിരസ്സുകളെ അറുത്തെടുത്ത് ദുര്യോധന സന്നിധിയിൽ വെച്ചു. അപ്പോൾ എപ്പോഴും എക്സെപ്റ്റ് ദി ആൾമൈറ്റി പ്രീതിപ്പെടണമെന്ന് വിചാരിക്കല്ലാണ്ട് ഈ ഉപ്പും മുളകും തിന്നുന്ന മനുഷ്യന്മാരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യരുത്. ഡു യു ടേക്ക് ഇറ്റ് ഫ്രം മീ. രാമായണത്തിൽ അച്ഛനും അമ്മയും പറയാതെ കണ്ട് അവരുടെ ഇംഗിതങ്ങളെ മനസ്സിലാക്കി ജോലി ചെയ്യുന്നവൻ, കർമ്മം ചെയ്യുന്നവൻ ഉത്തമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സമ്മതിച്ചു. അല്ലാതെ കണ്ട് നമ്മുടെ ഊഹങ്ങൾ എല്ലാ സമയത്തും ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് സഹസ്രനാമം ജപിക്കുമ്പോഴതിൻ്റെ മുമ്പേ അതിൻ്റെ ഋഷി ആരാണ്, അതിൻ്റെ മീറ്റർ എന്താണ്, അതിൻ്റെ പ്രയോജനം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമാണെങ്കിൽ ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥം, ലളിതാപരമേശ്വരി പ്രീത്യർത്ഥം, ശ്രീ രാമചന്ദ്ര സ്വാമി പ്രീത്യർത്ഥം, ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം, ശ്രീ ഗണേശ പ്രീത്യർത്ഥം എന്നൊക്കെ ഇങ്ങനെ അത് മനസ്സിലാക്കണം. അപ്പം നമ്മൾക്ക് ദേവതകളെ അല്ലെങ്കിൽ ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അതിനുള്ള വഴികളാണ് സഹസ്രനാമങ്ങൾ പഠിക്കുക. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. അർത്ഥം മനസ്സിലാക്കണം, പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഒരാൾക്ക് സന്തോഷം, എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, ഇത് താനൊന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്, അത് ഈ ഉറങ്ങിക്കിടക്കുന്നതിനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ജീവിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ലല്ലോ. അശ്വത്ഥാമാവിന് ആ വിദ്യ അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരാളെ കൊല്ലാൻ പാടില്ല. അതുകൊണ്ടാണ് ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലി പുത്രന്മാരുടെ ശിരസ്സുകളെ അറുത്തെടുത്ത് ദുര്യോധന സന്നിധിയിൽ വെച്ചു. ദുര്യോധനന് ആ പ്രവൃത്തി ഇഷ്ടമായില്ല. എന്തുകൊണ്ടെന്നാൽ ആ വിധം കർമ്മം ശാസ്ത്രത്താൽ തന്നെ നിന്ദിക്കപ്പെട്ടതും സജ്ജനങ്ങളാൽ ഏറ്റവും വെറുക്കുന്നതുമാകുന്നു. എന്നാൽ ഈ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ശാസ്ത്രത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷേ അത് അവർ അഹങ്കാരം തലയ്ക്കടിച്ചപ്പോൾ വാസുദേവ ചൈതന്യത്തിന് അവർ മറന്നു. അത് നമുക്കും പറ്റും. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയ തത്വശാസ്ത്രങ്ങളെ ഒരു നിമിഷം ബോധമില്ലാണ്ടാക്കണതാണല്ലോ ഈ മധുപാനം അല്ലെങ്കിൽ ഡ്രഗ്സ് അടിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളത് ചെയ്യരുത് എന്ന ഗുണപാഠങ്ങൾ എനിക്ക് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണ്. ഇത് ഈ ധർമ്മശാസ്ത്രം എന്ന് ഇവിടെ പറയുമ്പോൾ, ഇന്നലെ നമ്മുടെ കേരളത്തിൽ ഏർലി മോർണിംഗ് 2 മണിക്ക് സമ്മർ ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഒരു പപ്പടം ഉണ്ടാക്കി വിറ്റ് ജീവിക്കുന്നൊരു കുടുംബം. അതോ 50 വയസ്സായി അതിലത്തെ ഗൃഹനാഥന്. ഒരു ചീത്തപ്പേരുമില്ല അയാൾക്ക് ജീവിതത്തിൽ. അവരുടെ ഭാര്യ ഒരു സ്കൂളിൽ ആയിട്ട് വർക്ക് ചെയ്യാൻ തോന്നുന്നു, ഈ ആഹാരാദികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ. എല്ലാവർക്കും, കുട്ടികൾക്കും ടീച്ചർമാർക്കൊക്കെ കണ്ണിലുണ്ണിയാണ്. പക്ഷേ ഒരു ദുർബലം നിമിഷത്തിൽ കാരണം ആർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. ഈ ഗൃഹനാഥൻ ഒരു കുപ്പി പെട്രോൾ വാങ്ങി വെച്ച് ഇന്നലെ കാലത്ത് 7 മണി 2 മണിക്ക് നീട്ട് അയാളുടെ അമ്മ 70 വയസ്സ്, ഇയാൾക്ക് 50 വയസ്സ്, 45 വയസ്സായിട്ടുള്ള ഭാര്യയ്ക്ക് മേല് ഒഴിച്ച് തീ കൊളുത്തി മരിച്ചു. കല്യാണം നിശ്ചയിച്ചൊരു മകളുണ്ട്, ഒരാൺകുട്ടിയുണ്ട്. ആലോചിച്ച് നോക്കും. എന്തായിരിക്കാം ഇതിന് കാരണം നമുക്കറിയില്ല. പക്ഷേ ഇൻ ജനറൽ പറയാം,
ഈശ്വരീയ തത്വങ്ങൾ മനസ്സിലാക്കാത്തവരാണ്. അല്ലെങ്കിൽ സ്വന്തം മകളുടെ വിവാഹം നിശ്ചയിച്ച് നടത്തി കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള അച്ഛൻ സ്വന്തം ഭാര്യ എന്നാൽ ഇയാൾക്ക് ഒറ്റയ്ക്ക് മരിച്ചാൽ പോരെ, ഈ ജന്മം തന്ന അമ്മേനെ എന്തിനു കൊല്ലണം? അപ്പോൾ പാഴ്വാക്കുകൾ പറയരുതെന്ന് പറയുന്ന മാതിരി പ്രവൃത്തികൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അപകടകരമായിട്ട് നമ്മളൊന്നും തിങ്ക് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിന്ദിക്കപ്പെട്ടതും സജ്ജനങ്ങളേറ്റവും വെറുക്കുന്നതുമാകുന്നു. സജ്ജനങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് 15-ാമത്തെ ശ്ലോകം, മാതാ ശിശൂനാം നിധനം സുതാനാം നിശമ്യ ഘോരം പരിതപ്യമാനാം തദാരുധ ബാഷ്പകലാകുലാക്ഷി താം സാന്ത്വയന്ന അഹ കിരീടമാലി. മാതാ ശിശൂനാം നിധനം സുതാനാം നിശമ്യ ഘോരം പരിതപ്യമാനാ തദാരുധൽ ബാഷ്പകലാകുലാക്ഷി താം സാന്ത്വയന്ന ആഹ കിരീടമാലി. അപ്പോൾ അതിൻ്റെ അർത്ഥം പറയുമ്പോൾ, ശിശുക്കളായ പുത്രന്മാരുടെ ഭയങ്കരമായ വധത്തെ കേട്ടിട്ട് ഏറ്റവും പരിതപിക്കുന്നവളായ അമ്മ, അതായത് പാഞ്ചാലി ബാഷ്പങ്ങളുടെ തുള്ളികൾ നിറഞ്ഞ കണ്ണുകളോടുകൂടിയവളായിട്ട് അപ്പോൾ രോദിച്ചു. അവളെ സമാധാനിപ്പിക്കുന്നവനായ അർജുനൻ പറഞ്ഞു. കഥയിലേക്ക് കൊണ്ടുവരികയാണ്. ഉറങ്ങിക്കിടക്കുന്ന ചെറിയ കുട്ടികളായ തൻ്റെ മക്കളുടെ ഭയങ്കരമായ വധത്തെ കേട്ടപ്പോൾ അപ്പോൾ ഈ ഭയങ്കരം എന്നുള്ളത് ഇന്നത്തെ ജനറേഷൻ അറിയില്ല. പാട്ടെങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കരമായി, മനോഹരമായി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ ഭാവം അറിയാതെ കൊണ്ട് നമ്മൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവിടെ ഭയങ്കരമായി എന്ന് പറഞ്ഞാൽ വധം ഭയങ്കരമാണ്, ദുര്യോധന വധം. മനോഹരമായി എന്ന് പറയില്ല, ഭയങ്കരമായി എന്നാണ് പറയുക. അപ്പോൾ സംഗീതം എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കരം, പറയാൻ പാടില്ല. ഇതൊന്നും അറിയില്ല നമുക്ക്. ഒരു ചുക്കും അറിയില്ല, ഒരു ചുണ്ണാമ്പും അറിയില്ല. ചുക്കും അറിയില്ല, ചുണ്ണാമ്പും അറിയില്ല. അവിടെയാണ് സങ്കടം വരുന്നത്. അപ്പോൾ ആ ഭയങ്കരമായ വധത്തെ കേട്ടപ്പോൾ പാഞ്ചാലി വളരെ വ്യസനിച്ച് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കരഞ്ഞു. അവളെ സമാധാനിപ്പിക്കുന്ന അർജുനൻ ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? 16-ാമത്തെ ശ്ലോകം നോക്കണം. തഥാ സുജസ്തേ പ്രമൃജാമി ഭദ്രേ യത് ബ്രഹ്മബന്ധോ ശിര ആദദായിന ഗാണ്ഡീവമുക്തേ വിശുഖൈരുവാഹരേ ത്വാ ആക്രമ്യയൽ സ്നാസ്യസി ദഗ്ധപുത്രാ. തഥാ സുജസ്തേ പ്രമൃജാമി ഭദ്രേ യത് ബ്രഹ്മബന്ധോ ശിര ആദദായിന ഗാണ്ഡീവമുക്തൈർവിശുഖൈരുവാഹരേ ത്വാ ആക്രമ്യ യൽ സ്നാസ്യസി ദഗ്ധപുത്ര. അതിൻ്റെ അർത്ഥം പറയാം. കല്യാണി ഭദ്രേ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ. അല്ല, അത് ഭദ്ര അവസാനം വരിക അല്ലേ? അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അപ്പോൾ ഈ ഭദ്രേ എന്നുള്ളതിന് എന്താ? കല്യാണി. കല്യാണി എന്ന് പറഞ്ഞാൽ എന്താ? മംഗളം തരുന്നവൾ. അമ്മ മഹാമായ നമ്മൾക്ക് മംഗളത്തെ തരാനിരിക്കാം. പക്ഷെ എന്ത് പ്രാർത്ഥിക്കണം? അമ്മേ മഹാമായേ ജഗദംബികേ രാജരാജേശ്വരി കാക്കണേ വലക്കരുതേ എന്ന് പറയാൻ സാധിക്കണം. പറഞ്ഞല്ലേ? അപ്പോൾ കല്യാണി, അപ്പോൾ കല്യാണി വെച്ചാൽ മംഗളം തരുന്നവൾ ആര്? പാഞ്ചാലി. നല്ലവർക്കൊക്കെ ഈ കല്യാണി എന്ന് വിളിക്കാം, സ്നേഹമായിട്ട്. മൂദേവ് എന്ന് വിളിക്കരുത് കേട്ടോ. അപ്പോൾ നിൻ്റെ കണ്ണീരുകളെ തുടയ്ക്കുന്നേൻ, പ്രമൃജ്യാമി, കണ്ണുകളെ തുടയ്ക്കുന്നേൻ. എപ്പോൾ ആദതായിന, ആയുധം ധരിച്ചു കൊല്ലാൻ വരുന്നവനും ബ്രാഹ്മണാധമനുമായവൻ്റെ, ബ്രഹ്മബന്ധോ. ബ്രഹ്മബന്ധോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മത്തിൻ്റെ ബന്ധു എന്നുള്ള അർത്ഥം. അപ്പോൾ ബ്രാഹ്മണ അധമനുമായവൻ്റെ ശിരസ്സിനെ
അതായത് ബ്രഹ്മത്തിൻ്റെ ബന്ധുവാണ് ശരിക്ക് ബ്രാഹ്മണൻ. ശ്രദ്ധിക്കണം. അപ്പം നീതിയില്ലാത്ത കാര്യം ചെയ്യുന്നവൻ ആരാ? ചണ്ടാളനാ. അപ്പം ചണ്ടാള ബ്രാഹ്മണൻ എന്ന് പറയണം. ബ്രാഹ്മണനെ ബ്രാഹ്മണ്യമുള്ള ബ്രാഹ്മണൻ എന്ന് പറയാം. തെറ്റായിട്ട് കാര്യം ചെയ്യുമ്പോൾ ചണ്ടാള ബ്രാഹ്മണൻ എന്ന് പറയണം. അതാണ് ബ്രഹ്മബന്ധു ബ്രാഹ്മണാധമനുമായവൻ്റെ ശിരസിനെ ഗാണ്ഡീവത്താൽ മോചിക്കപ്പെട്ട ബാണങ്ങളെ കൊണ്ട് നിൻ്റെ സമീപത്ത് കൊണ്ടുവരുന്നുവോ, യാതൊന്നിനെ ആക്രമിച്ച് പുത്രന്മാരെ ദഹിപ്പിച്ചവളായിട്ട് നീ സ്നാനം ചെയ്യും. അതായത് ഇപ്പോൾ ഏതായാലും നമ്മുടെ കുട്ടികളുടെ ജീവൻ പോയി. അപ്പോൾ ആ കുട്ടികളുടെ ശവദാഹം നടക്കുന്നതിൻ്റെ മുമ്പേ ആ കുട്ടികളെ കൊന്ന അശ്വത്ഥാമാവിൻ്റെ തല അറുത്ത് നിൻ്റെ അടുത്ത് കൊണ്ടുവന്നതിൻ്റെ ശേഷം മതി കുട്ടികളെ ദഹിപ്പിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം നോക്കൂ. ഹേ മംഗളരൂപേ, അതാണ് കല്യാണി എന്നുള്ളതിൻ്റെ. ആയുധം ധരിച്ച് കൊല്ലാൻ വരുന്ന ആ ബ്രാഹ്മണാധമനായ അശ്വത്ഥാമാവിൻ്റെ ശിരസിനെ ഗാണ്ഡീപം വലിച്ചു വിട്ട് ശരങ്ങളെ കൊണ്ട് മുറിച്ചെടുത്ത നിൻ്റെ അരികത്ത് കൊണ്ടുവന്ന് വെച്ചതിൻ്റെ ശേഷം തലേനെ നിൻ്റെ ഈ കണ്ണീർ തുള്ളികളെ ഞാൻ തുടച്ചു കളയാം. ആ ശിരസിനെ ആസനമാക്കി, അതായത് അശ്വത്ഥാമാവിൻ്റെ ശിരസിനെ ആസനമാക്കി പീഠമാക്കി അതിന്മീതെ നീയിരുന്ന് നിൻ്റെ പുത്രന്മാരുടെ ശരീരങ്ങളെ ദഹിപ്പിച്ച ശേഷം നീ സ്നാനം ചെയ്യും എന്ന് അർജുനൻ പാഞ്ചാലിയെ സമാധാനിപ്പിച്ചു. ഓരോരുത്തരുടെ അവസ്ഥ കേൾക്കണം. എന്നാൽ അത് നടന്നോ? ഇല്ല. അവിടെയാണ് ആചാര്യദേവോ ഭവ എന്നതിൻ്റെ പ്രസക്തി കിടക്കുന്നത്. ശ്രദ്ധിക്കുക. 17ാമത്തെ ശ്ലോകം. ഇതി പ്രിയാം വൽഗു വിചിത്ര ജൽപൈ. അതന്നെയാ പറഞ്ഞു, വിചിത്രമായ വാക്കുകൾ. ജൽപൈ സാന്തയിത്വാ അച്യുതമിത്രസൂത സാന്തയിത്വാ അച്യുതമിത്രസൂത അന്വാദ്രവദംശിത ഉഗ്രധന്വാ കപിദ്ധജോ കപിദ്ധജോ ഞാൻ പേപ്പട്ട് നോക്കിയതേ. ഈ കപിധ്വജം ഹനുമാൻ ധ്വജമായിട്ടുള്ള അർജുനൻ്റെ പേര്. കപിദ്ധജോ ഗുരുപുത്രം രഥേന. ഇതി പ്രിയാം വൽഗു വിചിത്ര ജൽപൈ സാന്തയിത്വാ അച്യുതമിത്രസൂത അന്വാദ്രവദംശിത ഉഗ്രധന്വാ കപിദ്ധജോ ഗുരുപുത്രം രഥേന. അതിൻ്റെ വാക്കാർത്ഥം പറയാം. ഇപ്രകാരം മനോഹരമായും വിചിത്രമായും ഇരിക്കുന്ന ഭാഷണങ്ങൾ കൊണ്ട് പാഞ്ചാലിയെ സമാധാനിപ്പിച്ചിട്ട് ശ്രീകൃഷ്ണൻ ബന്ധുവായും സാരഥിയുമായിരിക്കുന്നവനും, അർജുനൻ്റെ വിശേഷണമാണ് പറഞ്ഞത്. ശ്രീകൃഷ്ണൻ ബന്ധുവായും സാരഥിയുമായിരിക്കുന്നവനും ഹനുമാനാകുന്ന കൊടിയാടയാളത്തോടു കൂടിയവനുമായ അർജുനൻ കവചം മുതലായ ഉടുപ്പുകൾ ധരിച്ച് ഭയങ്കരമായ വില്ലോടുകൂടിയവനായിട്ട്, അതവിടെ മനോഹരം എന്ന് പറയില്ല, ഭയങ്കരം തന്നെ പറയണം. ഭയങ്കരമായ വില്ലോടുകൂടിയവനായിട്ട് തേരോടുകൂടെ അശ്വത്ഥാമാവിനെ അനുദ്രവിച്ചു, പിന്നാലെ പോയി. അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളുക. മുകളിൽ പറഞ്ഞ വിധം വീരന്മാർക്ക് ഉചിതമായും ആശ്ചര്യകരവുമായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് പ്രേയസിയായ പാഞ്ചാലിയെ സമാശ്വസിപ്പിച്ചു. അവിടെ ഒരു വാക്ക് ശ്രേയസി എന്നല്ല, പ്രേയസി എന്നാണ്. പ്രിയമുള്ളവൾ പക്ഷെ നശിക്കും എന്നല്ലെങ്കിൽ നാളെ. ശ്രേയസ് നശിക്കില്ല. അപ്പോൾ ആ വാക്ക് പ്രേയസിയായ പാഞ്ചാലിയെ സമാശ്വസിപ്പിച്ചു. ശ്രീകൃഷ്ണൻ ബന്ധുവായും സാരഥിയുമായിരിക്കുന്നവനും ഹനുമാനാകുന്ന കൊടിയടയാളത്തോടുകൂടിയവനുമായ ആ അർജുനൻ കവചം ധരിച്ച് ശത്രുക്കൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നതായ ഗാണ്ഡീവം എന്ന വില്ലും എടുത്ത് തേരിലിരുന്ന് അശ്വത്ഥാമാവിനോട് എതിരിടുവാനായി പോയി. അവിടെ ഒരു കഥ പറയണം. എന്താ കഥ? ഈ ഹനുമാൻ കൊടിയടയാളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവോ എനിക്കറിയില്ല. നിങ്ങൾ
ഭീമസേനൻ കല്യാണ സൗഗന്ധിക പുഷ്പം കൊണ്ടുവരാൻ പോയൊരു കഥ കേട്ടിട്ടുണ്ടാവും. അതാണ് കഥ, കല്യാണ സൗഗന്ധികം. അതായത് പാഞ്ചാലി ഒരു ദിവസം തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് കാട്ടിൽ എന്താ പറയുക വനവാസം ചെയ്യുമ്പോൾ, ചൂതുകളിയിൽ തോറ്റ് 12 വർഷം വനവാസം വേണമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഇരിക്കുമ്പോൾ ഉച്ച സമയത്ത് തലമുടി ഇങ്ങനെ നേരാക്കുക. അപ്പോൾ ആകാശത്ത് നിന്ന് ഒരു നല്ല വാസനയുള്ള ഒരു പുഷ്പത്തിൻ്റെ എതള് വീട്ടിൽ നിന്നാണ്. ആ എതള് അപ്പോൾ ശരിക്ക് ഈ ഓരോ വർഷം ഓരോരുത്തരാണല്ലോ ഭർത്താവ്. ഭീമസേനനായിരുന്നു ഭർത്താവ് ആ കൊല്ലം, ഇത് കിട്ടിയ കൊല്ലത്തിൽ. കാന്ത, എനിക്ക് ഈ എതളുകൊണ്ട് ഞാൻ സംതൃപ്തിയില്ല, എനിക്ക് ഇത് എന്താണെന്ന് പറയുക, ഈ ഒരു പൂവ് തന്നെ സൗഗന്ധിക പുഷ്പം വേണം, സുഗന്ധമുള്ള പുഷ്പം എന്ന അർത്ഥം. അപ്പോൾ ഇദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ അത് പ്രത്യേകം ഹിമാലയ പാർശ്വപ്രദേശത്ത് എന്താ പറയുക, ദേവന്മാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സ്ഥലമാണ്, അല്ല പുഷ്പമാണത്, കല്യാണ സൗഗന്ധികം. അത് അന്വേഷിച്ച് പോവാണ്. അപ്പോൾ ഭീമസേനന് വലിയ ലക്കില്ലാകാനൊന്നുമില്ല, ഇത് എവിടെ കിട്ടാന്ന് ഇപ്പോൾ ആരോടെ ചോദിക്കുക. എന്നാലും ശരി പോയി. ഇതാര് മനസ്സിലാക്കി? വായുപുത്രനായിരിക്കുന്ന ഹനുമാൻ കദളീവദനത്തിൽ അദ്ദേഹം തപസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദാ ഈ ഭൂമി കുലുങ്ങി വരുന്നത് ആരടാപ്പ നോക്കുമ്പോൾ ദിവ്യജ്ഞാനിയാണ് അദ്ദേഹം. രാമരാവണ യുദ്ധമൊക്കെ കഴിഞ്ഞ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹപ്രകാരം ആചന്ദ്രതാരങ്ങളുള്ളിടത്തോളം കാലം, രാമായണമുള്ള കാലം, രാമനാമം ഭൂമിയിൽ അവശേഷിക്കുന്നത് വരെ ചിരഞ്ജീവിയായിട്ടിരിക്കാനാണ് വരം കൊടുത്തുള്ളത്. അപ്പോൾ അദ്ദേഹം രാമ 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 രാം 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 എന്താ ഭൂമി കുലുങ്ങണത്? അപ്പോൾ ദിവ്യദൃഷ്ടിയോട് നോക്കുമ്പോൾ ഇത് വരുന്നത് വേറെ ആരുമല്ല, തൻ്റെ സഹോദരസ്ഥാനീയനായിട്ടുള്ളൊരു ഭീമസേനനാണ്. കാര്യമൊക്കെ മനസ്സിലായി. എന്നിപ്പോൾ ഇയാളേനെ ഇങ്ങനെ വിട്ടാൽ ഉപദേശം കൊടുക്കാണ്ട് പോവാൻ പറ്റൂല. അപ്പോൾ വഴിയൊന്ന് മുടക്കി ഒരു തന്തക്കുരങ്ങനെ പോലെ വാല് വഴിയിൽ ഇങ്ങനെ നീട്ടിക്കിടന്നു എന്നാണ്. അപ്പോൾ ബാക്കി കാര്യം ചിലതൊക്കെ നിങ്ങൾക്കറിയും. ആരടാ കിടക്കണ മർക്കട മാറി കിടക്കട എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും നടന്നില്ല. ഒടുക്കം കാലം കയ്യിലൊരു ഉപകരണം ഉണ്ടല്ലോ, അതുകൊണ്ട് നോണ്ടി ഇട്ടിട്ട് പോയിക്കോളൂ പറഞ്ഞു ഹനുമാൻ. ചുരുക്കി പറഞ്ഞാൽ വാലിൻ്റെ ഇടയിൽ ഈ ഭീമസേനൻ്റെ ഗത ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് മാറ്റിയിടുമ്പോൾ വാലൊന്നുകൂടെ അമർത്തി. പിന്നെ ഗതിയും കിട്ടുന്നില്ല, പോരെ. അപ്പോൾ കാര്യം വളരെ മോശമായി. പിന്നെ അനിയനല്ലേ എത്രയായാലും പറഞ്ഞു, ഞാൻ ആരാ മനസ്സിലായോ? ഇല്ല, എന്നാൽ എൻ്റെ ജ്യേഷ്ഠനാണ് ഞാൻ. കഥകളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴേക്കും ആ ലങ്കയിലേക്ക് ചാടി രൂപം കണ്ടാൽ തർക്കമില്ലാതായി ഭീമസേനൻ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ശരി, ഇന്ദ്രപുത്രനായിരിക്കുന്ന സാക്ഷാൽ അർജുനന് ഭഗവാൻ ഗീത ഉപദേശിക്കും, ആ സമയത്ത് വിരാട് സ്വരൂപം കാണിക്കും. അപ്പോൾ എൻ്റെ അനിയൻ മോശക്കാരനാവാൻ പാടില്ല. അപ്പോൾ തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള വിരാട് സ്വരൂപം ഹനുമാൻ കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് കഥ. ഉപദേശിച്ചു, ഇന്ന സ്ഥലത്തുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് അത് ആ പൂങ്കാവനം കാക്കുന്നവരെ നമസ്കരിക്കുക, എന്നിട്ട് താൻ ആരാന്ന് പറയുക. അപ്പോൾ അവർ തന്നെ ബഹുമാനിച്ച് പൂ തരും. അല്ലാതെ കൊണ്ട് അവിടെ പോയിട്ട് ബോഷ്കത്രമൊന്നും കാണിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ആ കഥ വളരെ രസമാണ്. അപ്പോൾ ഈ ഒരു കഥ അപ്പോൾ അന്ന് ഹനുമാനോട് ഭീമസേനൻ പറയുണ്ടായി. എന്താ പറഞ്ഞത്? ഏതായാലും ഇപ്പോൾ ഞങ്ങൾ ചൂതുകളിലൊക്കെ തോറ്റിട്ട് ഈ 12 വർഷം കാനനവാസം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്വഭാവത്തിനനുസരിച്ച് ദുര്യോധനൻ ഞങ്ങൾക്ക് രാജ്യം വിട്ടുതരില്ല. അപ്പോൾ ഒരു മഹാഭാരത യുദ്ധം ഉണ്ടാവും. അപ്പോൾ അങ്ങ്
എൻ്റെ അനുജൻ്റെ കൊടിയടയാളമായിട്ടിരിക്കണം എന്ന് പറയുണ്ടായി. എന്താ മനസ്സിലായത്? അതുകൊണ്ടാണ് ഹനുമൽ ധ്വജൻ ആണ്, ഹനുമാൻ്റെ രൂപമാണ് ഇതിലെ അർജുനൻ്റെ പിന്നെ രഥത്തിൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞു അശ്വത്ഥാമാവിനോട് എതിരിടാൻ വേണ്ടി പോയി. ശ്രീകൃഷ്ണൻ ബന്ധുവും സാരഥിയും ഹനുമാൻ കൊടിയാളവുമായിരിക്കുന്നത് കൊണ്ട് അർജുനൻ അശ്വത്ഥാമാവിനെ വധിപ്പാൻ ശക്തനെന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ അശ്വത്ഥാമാവ് ദ്രോണരുടെ മകനായി ഇരിക്കുമ്പോൾ ആ ഗുരുപുത്രനെ വധിക്കാനുള്ള കഴിവ് തൻ്റെ ഇടം അർജുനുണ്ടോ? ഉണ്ട്. പക്ഷേ അർജുനനെ വധിക്കാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും ദ്രൗപദിയുടെ ഉള്ളിൽ ദ്രോണരോടുള്ള ഗുരുനാഥൻ എന്നുള്ള അവസ്ഥയിൽ മാതൃദേവോ ഭവ പിതൃദേവോ ആചാര്യദേവോ ഭവ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് എന്തൊക്കെ ശ്രേഷ്ഠതയുണ്ടോ അതൊക്കെ ആചാര്യൻ മുഖാന്തരമാണ്. അതുകൊണ്ട് ആചാര്യൻ്റെ ഭാര്യ കൃപാചാര്യരുടെ പെങ്ങളാണ്. അപ്പോൾ അവർക്ക് ഇതേമാതിരി ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പുത്രദുഃഖം ഉണ്ടാവരുത്. അതുകൊണ്ട് അങ്ങ് ഇദ്ദേഹത്തിനെ ബന്ധവിമുക്തനാക്കിയാലും എന്നുള്ള ഒരു വലിയൊരു തത്വശാസ്ത്രം പാഞ്ചാലി പറയുന്നതോടു കൂടിയിട്ട് രംഗം അവസാനിക്കുകയാണ്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ് നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.